ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. നമുക്കെല്ലാവർക്കും അറിയാം, ജനുവരി 18 ഫയർമാൻ ഡ്രൈവറിൻ്റെ എക്സാം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഫയർമാൻ്റെ പുതിയ സിലബസ് പ്രകാരം നിങ്ങളെല്ലാവരും പഠനം നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ അല്ലേ, നല്ല സൂപ്പറായിട്ട് പഠനം നല്ല ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫയർമാൻ ഡ്രൈവറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊരു ഡ്രൈവർ എക്സാമിനും ചോദിക്കാവുന്ന ചില ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു സെക്ഷനാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പെനാൾട്ടീസ്, ഒഫൻസസും പെനാൾട്ടീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചാപ്റ്റർ നമ്മളുടെ മോട്ടോർ വെഹിക്കിൾ ആക്ടിലുണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ 13ാമത്തെ ചാപ്റ്ററായ ഒഫൻസസ് പെനാൾട്ടീസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പുതുതായിട്ട് ആഡ് ചെയ്ത, അതായത് നമുക്കറിയാൻ പറ്റും ഓരോ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ ഇടയ്ക്കിടയ്ക്ക് അമെൻമെൻറ്റ് വന്നിട്ട് പുതുതായിട്ട് ആഡ് ചെയ്യാറുണ്ട് അല്ലേ. പുതിയ സെക്ഷൻസും പുതിയ പെനാൾട്ടീസും എമൗണ്ടുകളൊക്കെ പുതുക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അതിലെ ഏറ്റവും പുതിയ കുറച്ച് സെക്ഷൻസും അത് എങ്ങനെയാണ്, അതിൻ്റെ ഫൈൻ എന്താണ് ആ റൂളിൽ പറയുന്നത് അല്ലേ, മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക, കാരണം ഇതിൽ നിന്ന് നമുക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻസ് നമ്മളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ നമ്മളുടെ ഫയർമാൻ്റെ ഡ്രൈവർ എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ പുതിയതായിട്ട് ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതാനും കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എക്സാമിന്. അപ്പോൾ ഒരു പുതിയ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിൻ്റെ പ്രത്യേകതകൾ മൊത്തം ഞാനൊന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മുടെ മൊത്തം സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡർ ക്ലാസ്സുകൾ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. പുതിയ സിലബസ് പ്രകാരമുള്ള എല്ലാ ക്ലാസ്സസും ആപ്പിൽ നിലവിൽ ഓൾറെഡി റെക്കോർഡർ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഒരു റിവിഷൻ ടൈം ടേബിൾ പ്രകാരം നമുക്ക് ലൈവ് ക്ലാസ്സസും ഉണ്ടായിരിക്കും. ഈ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരു റിവിഷൻ, ഒരു ടൈം ടേബിൾ പ്രകാരം നമുക്ക് ഓരോ ദിവസങ്ങളിലായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള രീതിയിൽ ഒരു ലൈവ് സെക്ഷൻസ് ഉണ്ടായിരിക്കും. ഈ ലൈവ് സെക്ഷൻസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ മെൻറ്റേഴ്സിനോട് ചോദിച്ചിട്ട് നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മളുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ PDF നോട്ട്സ് അവൈലബിൾ ആണ്. വാട്സപ്പ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാ സമയത്തും മെൻറ്റർ സപ്പോർട്ടും നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് എല്ലാ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഡൗട്ടുകളും എല്ലാം തന്നെ തീർത്തു തരും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതുവരെ ഒരു കോഴ്സിലും ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഉടനെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കുക. അതിനോട് തന്നെ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിൽ മാക്സിമം നല്ല രീതിയിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മളുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 194 പുതുതായിട്ട് ആഡ് ചെയ്തിരുന്ന സെക്ഷൻ 194 ABCDEF, അതായത് ആ ഒരു 6 പുതുതായിട്ട് ആഡ് ചെയ്ത ഒരു 6 സെക്ഷൻസ് ഉണ്ട്. ഈ 6 സെക്ഷൻസ് ആണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സെക്ഷൻ 194A എന്താണെന്നുള്ളത് നോക്കാം. സെക്ഷൻ 194A എന്താണ്? കാരേജ് ഓഫ് എക്സസ് പാസഞ്ചേഴ്സ് അല്ലേ, കാരേജ് ഓഫ് എക്സസ് പാസഞ്ചേഴ്സ്. നമുക്ക് ഓരോ വാഹനത്തിലും കയറ്റാവുന്ന ആളുകളുടെ എണ്ണം എത്രയെന്ന്, അതേപോലെ തന്നെ ഓരോ വാഹനത്തിലും കയറ്റാവുന്ന ഭാരത്തിന്റെ പരിധി എത്രയെന്നുള്ളതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്മുടെ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള രേഖകളിൽ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്കൊരു വാഹനത്തിൽ എത്ര ആളുകളെ കയറ്റാമെന്നുള്ള രേഖയാണ് നമുക്ക് RC എന്ന് പറയുന്നത്. എത്ര ആളെ കയറ്റാമെന്നുള്ളത് RC വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എക്സസ് ആയിട്ട് നമുക്ക് അനുവദിക്കുന്നതിനേക്കാളും കൂടുതൽ ആളുകളെ ഒരു വാഹനത്തിൽ നമ്മൾ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിന് കിട്ടുന്ന പെനാൾട്ടി എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു സെക്ഷനിലൂടെ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലോ പെർമിറ്റ് വ്യവസ്ഥകളിലോ അനുവദനീയമായതിലും കൂടുതൽ യാത്രക്കാരുമായി ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുകയോ വാഹനം ഓടിക്കാൻ കാരണമാവുകയോ അനുവദിക്കുകയോ ചെയ്താൽ അധിക യാത്രക്കാരൻ ഒരാൾക്ക് 200 രൂപ പിഴ ചുമത്തുന്നതാണ്. അപ്പോൾ ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൽ ട്രാൻസ്പോർട്ടിന്റെ പെർമിറ്റിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും നമുക്ക് മാക്സിമം എത്ര പേരെ കയറ്റാം, എത്രയാണ് സീറ്റിംഗ് കപ്പാസിറ്റി, എത്ര സ്റ്റാൻഡിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിൽ കൂടുതൽ ആൾ എക്സ്ട്രാ കയറ്റുകയാണെങ്കിൽ ഒരാൾക്ക് 200 രൂപ അല്ലേ, ഒരാൾക്ക് 200 രൂപ വെച്ചായിരിക്കും ഫൈൻ ഉണ്ടായിരിക്കുക. അപ്പോൾ 10 പേരെയാണ് എക്സ്ട്രാ കയറ്റുന്നതെന്നുണ്ടെങ്കിൽ എത്ര ഉണ്ടായിരിക്കും, 10 × 200 എന്നുള്ള രീതിയിൽ 2000 രൂപയായിരിക്കും ആ വാഹനത്തിന്, ആ ഡ്രൈവർക്ക് കയറ്റാൻ ആരാണോ അനുവദിച്ചത് അവർക്ക് ഫൈൻ ലഭിക്കുക. അപ്പോൾ അതാണ് സെക്ഷൻ 194A പറയുന്നത്. അധികം ആളുകളെ, എത്രയോ നമ്മൾ അനുവദിച്ചിരിക്കുന്നതിനേക്കാളും അധികം ആളുകളെ കയറ്റുന്നതാണ് സെക്ഷൻ 194A പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് സെക്ഷൻ 194B പറയാം. സെക്ഷൻ 194B എന്താണെന്ന് നോക്കാം.
യൂസ് ഓഫ് സേഫ്റ്റി ബെൽറ്റ് ആൻഡ് ദ സീറ്റിംഗ് ഓഫ് ചിൽഡ്രൻ. അതായത് സേഫ്റ്റി ബെൽറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, സീറ്റ് ബെൽറ്റ്, നമ്മുടെ സേഫ്റ്റി ബെൽറ്റുമായി ബന്ധപ്പെട്ട സീറ്റ് ബെൽറ്റും അതോടൊപ്പം തന്നെ കുട്ടികളുടെ സീറ്റിംഗ് അല്ലേ, ചെറിയ കുട്ടികൾ ഉണ്ടായിരിക്കും, ആ ചെറിയ കുട്ടികളുടെ സീറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് 194B പറയുന്നത്. അപ്പൊ നമുക്ക് ഓർത്തിരിക്കാൻ ഒരു ഐഡിയ ഉണ്ട്, നമുക്ക് ഈ ബി ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ബി ഓർത്ത് വെക്കുക, ബി ഫോർ ബെൽറ്റ്. ബി ഫോർ നമ്മൾ പഠിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് അങ്ങനെ ഓർത്ത് വെക്കാം, ബി ഫോർ ബെൽറ്റ് അല്ലെ, സീറ്റ് ബെൽറ്റിൻ്റെതാണ് ബി ഫോർ ബെൽറ്റ് എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക. ദെൻ അപ്പോൾ നമുക്ക് ഈ 194B എന്താണെന്നുള്ളത് നോക്കാം. സുരക്ഷാ ബെൽറ്റ് ധരിക്കാതെ മോട്ടോർ വാഹനം ഓടിക്കുകയോ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ യാത്രക്കാരെ കയറ്റുകയോ ചെയ്യുന്നവർക്ക് 1000 രൂപ പിഴ ചുമത്തും. അതായത് ഒരാൾ വാഹനം ഓടിക്കുന്ന സമയത്ത് ഡ്രൈവർ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലെങ്കിൽ അതോടൊപ്പം തന്നെ തൊട്ടടുത്തിരിക്കുന്ന കോ പാസഞ്ചർ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിക്കാൻ ആ ഡ്രൈവർ അനുവദിച്ചാൽ അവർക്ക് വരുന്ന ഫൈൻ എന്ന് പറയുന്നത് 1000 രൂപയാണ് ഫൈൻ കേട്ടോ. 1000 രൂപയാണ് അവർക്ക് ഒരാൾക്ക് വരുന്ന ഫൈൻ. 2 പേരും ഇല്ലെങ്കിൽ 2000 രൂപ വരെ ഫൈൻ ലഭിക്കാന്നാണ്. ഇപ്പൊ ശരിക്ക് ആസ് പെർ റൂൾ പ്രകാരം 1000 രൂപയാണ് ഫൈൻ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പൊ എന്തിനാണ്, സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ 1000 രൂപയാണ് ഫൈൻ. ഇനി അതോടൊപ്പം തന്നെ ഇതിലൊരു കാര്യം കൂടി എക്സ്ട്രാ പറയുന്നത്, സീറ്റിംഗ് ഓഫ് ചിൽഡ്രൻ അല്ലെ, കുട്ടികളുടെ സീറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ സീറ്റുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സെക്ഷൻസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ 2 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ഒന്ന്, അതിൽ എത്രയാണ് അതിൻ്റെ ഫൈൻ വരുന്നത്. രണ്ടാമത്, കുട്ടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏജ് എത്രയാണ്. ഒരു ചൈൽഡ് എന്ന് പറയുമ്പോൾ ആ ചൈൽഡിൻ്റെ ഏജ് എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിലെ റൂൾ പ്രകാരം നമുക്കൊന്ന് വായിച്ചു നോക്കാം. 14 വയസ്സ് തികയാത്ത സുരക്ഷാ വലയമോ ചൈൽഡ് റെസ്ട്രെയിൻഡ് സംവിധാനമോ സുരക്ഷിതമല്ലാത്ത ഒരു കുട്ടിയുമായി മോട്ടോർ വാഹനം ഓടിക്കുകയോ വാഹനം ഓടിക്കാൻ അനുവദിക്കുകയോ ചെയ്താൽ 1000 രൂപ പിഴ ശിക്ഷാർഹമാണ് എന്ന് പറയുന്നത്. അപ്പൊ കുട്ടിയുടെ ഏജ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, 14 വയസ്സ് വരെയാണ് ഇതില്ലേ. 14 വയസ്സ് തികയാത്ത എല്ലാവരെയും എന്തായിട്ടുണ്ട്, ചൈൽഡ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക, 14 വയസ്സാണ് അതിന്റെ ചൈൽഡിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ദെൻ എത്രയാണ് എമൗണ്ട് പറഞ്ഞിട്ടുള്ളത്, 1000 രൂപ അല്ലെ. നേരത്തെ സീറ്റ് ബെൽറ്റിന്റെ പറഞ്ഞ അതേ എമൗണ്ട് തന്നെയാണ്, 1000 രൂപയാണ് എന്ത് വരുന്നത്, ഫൈൻ എമൗണ്ട് വരുന്നത് അല്ലെ. 1000 രൂപയായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, ഫൈൻ ഇടുന്നുണ്ടാകുക. അപ്പൊ ഈ ഒരു ബി എന്ന് പറയുന്നത് നമ്മൾ ബെൽറ്റുമായി ബന്ധപ്പെട്ടാണ്, സേഫ്റ്റി ബെൽറ്റ് ചൈൽഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ബിയിൽ പറഞ്ഞതെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് 194C ആണ് അല്ലെ. 194C ആണ്. സി എന്താണെന്നുള്ളത് നോക്കാം. പെനാൾട്ടി ഫോർ വയലേഷൻ ഓഫ് സേഫ്റ്റി മെഷേഴ്സ് ഫോർ മോട്ടോർ സൈക്കിൾ ഡ്രൈവേഴ്സ് ആൻഡ് പില്യൺ റൈഡേഴ്സ്. സേഫ്റ്റി മെഷർ ഫോർ മോട്ടോർ സൈക്കിൾ ഡ്രൈവേഴ്സ് ആൻഡ് പില്യൺ റൈഡേഴ്സ് അല്ലെ. അതിന്റെ വയലേഷൻ എന്തൊക്കെയായിരിക്കും? ഒരു വാഹനത്തിന്റെ, ഒരു 2 വീലറിലെ അല്ലെ, മോട്ടോർ സൈക്കിൾ പറഞ്ഞിട്ടുണ്ട്, ഒരു 2 വീലറിന്റെ റൈഡർക്കോ അതോടൊപ്പം തന്നെ പില്യൺ റൈഡർക്കോ, ഓടിക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ തൊട്ട് പിറകിലായിട്ടിരിക്കുന്ന പില്യൺ റൈഡർ, ഈ പില്യൺ റൈഡർക്കോ വരുന്ന സേഫ്റ്റി മെഷേഴ്സ് അത് പാലിച്ചിട്ടില്ലെങ്കിൽ കിട്ടുന്ന ഫൈനിന്റെ കാര്യമാണ് ഈ ഒരു സെക്ഷനിലൂടെ പറയുന്നത് കേട്ടോ. 194C പറയുന്നത് ആ ഒരു കാര്യമാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് സാധാരണ നമ്മളുടെ ആളുകൾക്കൊക്കെ, ഈ ഏജിലൊക്കെ ഉള്ള ആളുകൾക്ക് ഫൈൻ, ഏറ്റവും കൂടുതൽ ഫൈൻ ലഭിക്കാറുള്ളത്. അപ്പോൾ ഇതിൽ എന്താണ് പറയുന്നത് നോക്കാം. മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നവൻ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ അനുവദിക്കുന്നു. സെക്ഷൻ 128 വ്യവസ്ഥകൾ. അപ്പോൾ സെക്ഷൻ 128 ആണ് പറയുന്നത് സേഫ്റ്റി മെഷേഴ്സുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മൾ സെക്ഷൻ 128 ആണ് വയലേറ്റ് ചെയ്യുന്നത്. സെക്ഷൻ 128 വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വ്യവസ്ഥകളുടെ ലംഘനം 1000 രൂപ പിഴയോടെ ശിക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ ലൈസൻസ് 3 മാസത്തേക്ക് കൈവശം വെക്കുന്നതിൽ നിന്ന് അയോഗ്യനാക്കപ്പെടും. അതായത് നമ്മുടെ ലൈസൻസ് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യും, ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പോൾ 3 മാസത്തേക്ക് ലൈസൻസ്, ഇല്ലെങ്കിൽ ഇത് രണ്ടും വിധിക്കാം കേട്ടോ. 1000 രൂപ ഫൈനും അതോടൊപ്പം തന്നെ 3 മാസത്തേക്ക് ലൈസൻസ്, ഇങ്ങനെ രണ്ടും ഒരുമിച്ചും ചെയ്യാം. അപ്പോൾ നമുക്ക് സേഫ്റ്റി മെഷേഴ്സ് നമുക്കറിയാൻ പറ്റും. പില്യൺ റൈഡേഴ്സിന്റെ സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാക്കിൽ നമ്മളുടെ പിന്നിൽ കയറുന്ന ആളുകൾക്ക് ഹെൽമെറ്റ് ഇല്ലെങ്കിൽ അതൊരു തെറ്റായ രീതിയാണ്. അപ്പോൾ അതൊരു വയലേഷൻ ആണ്. അതേപോലെ തന്നെ അവർക്കൊരു നല്ല രീതിയിൽ ഒരു ഫുഡ് ട്രസ്റ്റ് അല്ലെങ്കിൽ സാരി ഗാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ വാഹനങ്ങൾക്ക് ഒരു സേഫ്റ്റി മെഷേഴ്സ് പറയുന്നുണ്ട്. അതില്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ഒന്നെങ്കിൽ 1000 രൂപ ഫൈൻ അല്ലേ. നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 1000 രൂപ ഫൈന്, അതല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, 3 മാസത്തേക്ക് ലൈസൻസ് കൈവശം വെക്കുന്നത് തടയുമെന്നാണ് പറയുന്നത്. അപ്പോൾ സി ആണ് പറഞ്ഞത്. 194C എന്ന് പറയുന്നത് പില്യൺ റൈഡേഴ്സിനുള്ള സേഫ്റ്റി മെഷേഴ്സിൽ വയലേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഏതാണ് സെക്ഷൻ എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. സെക്ഷൻ 128 കേട്ടോ. മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ സെക്ഷൻ 128ന്റെ വയലേഷന് ആണ് നമുക്ക് 194C പ്രകാരം ഫൈൻ ലഭിക്കുന്നത്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളുടെ ഫയർമാൻ ഡ്രൈവറിന്റെ എക്സാമിന് ശേഷം അടുത്തായിട്ട് ഒരു ഡ്രൈവറിന്റെ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, യൂണിഫോം പോസ്റ്റിലുള്ള പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അല്ലെങ്കിൽ വുമൺസ്
കോൺസ്റ്റബിൾ ഡ്രൈവർ എന്നുള്ള പോസ്റ്റിലുള്ള എക്സാമാണ് അടുത്തത് വരാനുള്ളത്. ഇതിൻ്റെ ഓൾറെഡി നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നു. നമ്മളുടെ ചാനലിലൂടെ തന്നെ നമ്മൾ ഇത് ഒത്തിരി തവണ അറിയിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പോലീസ് ഡ്രൈവർ പോസ്റ്റിലോട്ട് എല്ലാവർക്കും അറിയാം, ഒരു യൂണിഫോം പോസ്റ്റാണ്, ഏറ്റവും മികച്ച ഒരു പോസ്റ്റ് തന്നെയാണ് പോലീസുള്ള കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ സിലബസ് കാര്യങ്ങൾ പുതിയത് ലേറ്റസ്റ്റ് എന്തായാലും വന്നിട്ടില്ല. അപ്പോൾ നമുക്കറിയാവുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സിലബസ് പ്രകാരം നമുക്ക് ഡ്രൈവർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഈ പോലീസിന്റെ കോൺസ്റ്റബിൾ ഡ്രൈവർ എക്സാമിന് വേണ്ടിയിട്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുവരെ ഒരു ബാച്ചിലും ജോയിൻ ചെയ്തിട്ടില്ല, ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ പഠിച്ചു തുടങ്ങുക. ഒട്ടും സമയം വേസ്റ്റ് ആക്കരുത്. കാരണം നമുക്ക് ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കുറച്ചായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മനസ്സിൽ കറക്റ്റ് നിൽക്കുന്നതും അതേപോലെ തന്നെ നമുക്ക് എക്സാമിന് പെട്ടെന്ന് ഓർമ്മ വരാനുള്ള സാധ്യമാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉടനെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ഇനി അടുത്തത് പറയാനല്ലേ സെക്ഷൻ 194D ആണ്, 194D ആണ് വരുന്നത് കേട്ടോ. 194D ആണ് വരുന്നത്. പെനാൾട്ടി ഫോർ നോട്ട് വിയറിംഗ് പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ. നമ്മൾ B ഫോർ ബെൽറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് D ഫോർ എന്ത് പറയാം, ഹെഡ് ഗിയർ നമുക്ക് എത്തിക്കാം കേട്ടോ. D ഫോർ ഹെഡ് ഇതിൽ ഉദ്ദേശിക്കാം. D ഫോർ ഹെഡ് അല്ലെങ്കിൽ പോലും നമുക്ക് D വരുന്ന സമയത്ത് നമുക്ക് ഹെഡ് ഓർത്തിരിക്കാം. അതായത് ഹെഡ് ഗിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം ഹെൽമെറ്റ് ആണ് അല്ലേ, നമ്മളുടെ ഹെൽമെറ്റ്. അപ്പൊ ഹെൽമെറ്റ് ധരിക്കാതെ ഒരു വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ, അതായത് പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ ഇല്ലാതെ ഹെൽമെറ്റ് ധരിക്കാതെ ഒരു വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫൈന് എത്രയാണ്, പെനാൾട്ടി എത്രയാണ് എന്നാണ് ഈ 194D വരുന്നത്. അപ്പൊ ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചിട്ട് ഫൈൻ ലഭിച്ച ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ചലാനിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഏത് സെക്ഷൻ ആണെന്നും അതുപോലെ തന്നെ ഫൈൻ അടിച്ച സെക്ഷൻ ഏതാണെന്നുള്ളതും നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ ഓൾറെഡി കാണാൻ കഴിയും. കിട്ടിയ ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് അത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം, സെക്ഷൻ നോക്കാം. മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നവൻ അല്ലെങ്കിൽ സെക്ഷൻ 129 വ്യവസ്ഥകളുടെ ലംഘനത്തോടെ, സെക്ഷൻ 129 ആണ് പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയറുമായി ബന്ധപ്പെട്ട സെക്ഷൻ പറയുന്നത് കേട്ടോ. അതിന്റെ വയലേഷൻ ആണ് പറയുന്നത്. 129 വ്യവസ്ഥകൾ ലംഘിച്ചാൽ മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ അനുവദിക്കുന്നു. അയാൾ ആ സെക്ഷൻ ലംഘിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലംഘിച്ചുകൊണ്ട് മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ 1000 രൂപ പിഴയോടെ ശിക്ഷിക്കപ്പെടും. അവർക്ക് വരുന്ന ഫൈൻ എന്ന് പറയുന്നത്, മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ, ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കാൻ അനുവദിച്ചാൽ അവർക്ക് ആസ് പെർ റൂൾ പ്രകാരം 1000 രൂപയോടെ ശിക്ഷിക്കപ്പെടും. കൂടാതെ 3 മാസത്തേക്ക് ലൈസൻസ് കൈവശം വെക്കുന്നത് തടയും, അതിൽ നിന്ന് അയോഗ്യനാക്കപ്പെടും. അപ്പോൾ ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 1000 രൂപ ഫൈനും അതോടൊപ്പം തന്നെ 3 മാസത്തേക്ക് ലൈസൻസ് കൈവശം വെക്കുന്നതിൽ അയോഗ്യനാക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ 194D എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റീവ് ഹെഡ് ഗിയർ ആണ്, ഹെൽമെറ്റുമായി ബന്ധപ്പെട്ടുള്ള സെക്ഷൻ ആണ്. എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ദെൻ അടുത്ത് നമുക്ക് പറയാനുള്ളത് 194E ആണ് അല്ലേ. 194E ആണ് ഫെയിലിയർ ടു അലോ ഫ്രീ പാസേജ് ടു എമർജൻസി വെഹിക്കിൾ. നമ്മൾ ബിക്കും ഡിക്കും പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇക്കും തന്നെ നമുക്ക് പറയാൻ പറ്റും. E4 നമുക്ക് ഇവിടെ കൊടുക്കാം, എമർജൻസി കൊടുക്കാം. E4 എമർജൻസി മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഓരോ വേർഡുകളാക്കി പഠിച്ചു വെക്കാം. E4 എമർജൻസി അല്ലെ, എമർജൻസി കൊടുക്കാം. അതായത് എമർജൻസി വെഹിക്കിൾസ് നമുക്കറിയാം എന്തൊക്കെയായിരിക്കും എമർജൻസി വെഹിക്കിൾസ്. ഒരു ഫയർ സർവീസിന്റെ വാഹനം അല്ലെ, ഒരു ഫയർ ആംബുലൻസ്, ഒരു ഫയർഫോഴ്സിന്റെ വാഹനം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ആംബുലൻസ്, മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്ന ഒരു ആംബുലൻസ്. അങ്ങനെയുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും എമർജൻസി വെഹിക്കിൾസ്, അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് നമ്മൾ പാസേജ് കൊടുക്കാതെ, വഴി കൊടുക്കാതെ തടസ്സപ്പെടുത്തുക, അവർക്ക് വേണ്ട രീതിയിൽ അവരുടെ വഴി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വരാവുന്ന പെനാൾട്ടി എത്രയാണ്, നമുക്ക് വരുന്ന ശിക്ഷ എത്രയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ 194E നോക്കുന്നത് കേട്ടോ. 194E എന്ന സെക്ഷനിലൂടെ നോക്കുന്നത്. മോട്ടോർ വാഹനം ഓടിക്കുമ്പോൾ അഗ്നിശമന സേനയുടെ വാഹനത്തിന്റെയോ ആംബുലൻസിന്റെയോ മറ്റു എമർജൻസി വാഹനത്തിന്റെയോ, നമ്മളിതിൽ ഓൾറെഡി പറഞ്ഞു, ഫയർഫോഴ്സിന്റെ വാഹനമാകാം അല്ലെങ്കിൽ ആംബുലൻസ് ആകാം അല്ലെ, ഫയർഫോഴ്സ് ആകാം അല്ലെങ്കിൽ ആംബുലൻസ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും എമർജൻസി വാഹനത്തിന്റെയോ സമീപത്തേക്ക് വരുമ്പോൾ റോഡിന്റെ വഴി കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ സംസ്ഥാന ഗവൺമെന്റ് നിഷ്കർഷിക്കാവുന്ന ഒരു കാലയളവിലെ 6 മാസം വരെ തടവ് ശിക്ഷ ലഭിക്കും.
അല്ലെങ്കിൽ 10,000 രൂപ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാനാണ്. അപ്പോൾ ഫൈൻ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? ഗവൺമെന്റ് പറയുന്ന പ്രകാരം 6 മാസത്തേക്ക് തടവ് ശിക്ഷ അല്ലേ. അപ്പോൾ ഇംപ്രിസ്മെന്റ് ഉണ്ട്. ഇംപ്രിസ്മെന്റ് പറയുന്നത് 6 മാസത്തേക്കാണ് ശിക്ഷ വരുന്നത്. അല്ലെങ്കിൽ എത്രയാണ് ഫൈൻ വരുന്നത്? വലിയൊരു എമൗണ്ട് ആണ് ഫൈൻ വരുന്നത്. എത്രയാണ് വരുന്നത്? 10,000 രൂപയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഫൈൻ വരുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഒരു എമർജൻസി വെഹിക്കിളിന് എന്ത് കൊടുക്കുന്നില്ല, ഒരു വഴി കൊടുക്കാതെ നമ്മൾ അതിന്റെ മുന്നിൽ തടസ്സപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വരുന്ന ഫൈൻ എന്ന് പറയുന്നത് 10,000 രൂപയാണ് അവർക്ക് വരുന്ന ഫൈൻ കേട്ടോ. 10,000 രൂപയോ അല്ലെങ്കിൽ 6 മാസം തടവോ അല്ലെങ്കിൽ അത് രണ്ടും കൂടിയോ ലഭിക്കാം. 10,000 രൂപ മാത്രമായിട്ട് ഫൈൻ ഇടാം, അല്ലെങ്കിൽ 6 മാസത്തേക്ക് തടവ് ശിക്ഷ ലഭിക്കാം, അല്ലെങ്കിൽ 6 മാസം തടവും അതോടൊപ്പം തന്നെ 10,000 രൂപ ഫൈനും ഒന്നിച്ചു ലഭിക്കാം. 194E 194E ഫോർ എമർജൻസി വെഹിക്കിൾ ടു അലോ ഫ്രീ പാസേജ് ടു എമർജൻസി വെഹിക്കിൾസ്. 194E ക്ലിയർ ആണല്ലോ. ദെൻ നമ്മൾ അടുത്ത ഇതിലോട്ട് പോവുകയാണ്. 194F. 194F പറയുന്നത് യൂസ് ഓഫ് ഹോൺസ് ആൻഡ് സൈലന്റ് സോൺസ്. യൂസ് ഓഫ് ഹോൺസ് ആൻഡ് സൈലന്റ് സോൺ. സൈലന്റ് സോണുകളുമായി ബന്ധപ്പെട്ടതും അതേപോലെ തന്നെ ഹോണിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാൻ പറ്റും, ഹോൺ നിരോധിച്ചിട്ടുള്ള കുറേ ഏരിയകൾ ഉണ്ടാവും അല്ലേ. ചില സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയകളിലൊക്കെ ഹോൺ നിരോധിച്ചിട്ടുണ്ടായിരിക്കും. അതൊരു ഹോസ്പിറ്റലിന്റെ മുൻവശം അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ ഹോൺ നിരോധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഹോൺ നിരോധിച്ച ഏരിയകളിൽ ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അനാവശ്യമായ രീതിയിൽ ഹോൺ അടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ, സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഫൈന് കാര്യങ്ങളാണ് 194F പറയുന്നത് കേട്ടോ. ഏറ്റവും അവസാനത്തതാണ് നമ്മളുടെ ഈ ക്ലാസ്സിലെ. അപ്പൊ 194F പറയുന്നത് ഈ ഒരു കാര്യമാണ്. അപ്പൊ നോക്കാം. ആവശ്യമില്ലാതെ അല്ലെങ്കിൽ തുടർച്ചയായി അല്ലെങ്കിൽ സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യത്തിലധികം ഹോൺ മുഴക്കുന്നു. ഒന്നാമത്തെ കേസ്. അല്ലെങ്കിൽ ഹോൺ ഉപയോഗിക്കുന്നത് നിരോധിക്കുന്ന ട്രാഫിക് ചിഹ്നമുള്ള ഒരു പ്രദേശത്ത് ഹോൺ മുഴക്കുന്നു. രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ആവശ്യമായി അനാവശ്യമായിട്ട് അങ്ങനെ എന്ത് ചെയ്യുക, ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്, ട്രാഫിക് ഒരു നോ സൈലൻസ് സോൺ അല്ലേ, ഹോൺ അടിക്കരുത് എന്ന് എഴുതി വെച്ചിട്ടില്ലേ, നോ ഹോൺ സോണിൽ എന്ത് ചെയ്യാണ്, സൈലൻസ് സോണിൽ നോ ഹോൺ സോണിൽ ഹോൺ അടിക്കാൻ പാടില്ലാത്തടുത്ത് തുടർച്ചയായിട്ട് ഹോൺ അടിക്കുക. അങ്ങനെ രണ്ട് കാര്യങ്ങൾ. അതോടൊപ്പം തന്നെ മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത്, സൈലൻസറിലൂടെ അല്ലാതെ എക്സോസ്റ്റ് വാതകങ്ങൾ പുറത്തുവിടുന്ന ഒരു കട്ടൗട്ട് ഉപയോഗിച്ച് ഒരു മോട്ടോർ വാഹനം ഓടിച്ചാൽ, നമുക്കറിയാൻ പറ്റും സൈലൻസർ നമ്മൾ ഇന്നലെ കൊടുക്കുന്ന വാഹനത്തിന്റെ സൗണ്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പൊ അതില്ലാതെ ഒരു കട്ടൗട്ട് ഉപയോഗിച്ചിട്ട് വളരെ ശബ്ദം പുറത്തുവിട്ടുകൊണ്ട് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ 1000 രൂപ പിഴയും. 1000 രൂപ പിഴയും. ആദ്യമായിട്ട് ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് 1000 രൂപ പിഴയും. രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള കുറ്റത്തിന് 2000 രൂപ പിഴ ലഭിക്കും. അപ്പൊ ഇതിൽ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഒഫൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, പെനാൽറ്റി ആയിട്ട് പറയുന്നുണ്ട്. ഒരാള് അനാവശ്യമായി തുടർച്ചയായിട്ട് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആദ്യം ലഭിക്കാൻ പോകുന്ന ഫൈൻ എന്ന് പറയുന്നത് എത്രയാണ്? 1000 രൂപയാണ് അല്ലെ. ആദ്യം ലഭിക്കാൻ പോകുന്ന ഫൈൻ പറഞ്ഞാൽ 1000 രൂപയാണ്. അയാൾ വീണ്ടും ആ കുറ്റകൃത്യം വീണ്ടും ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എത്രയായിരിക്കും ഫൈൻ ലഭിക്കുക? 2000 രൂപയായിരിക്കും ഫൈൻ ലഭിക്കുക. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് സംഭവിക്കും? 2000 രൂപയായിരിക്കും ഫൈൻ ലഭിക്കുക. അതാണ് നമ്മളുടെ 194F പറയുന്നത് കേട്ടോ. ഹോൺ നിരോധിച്ച മേഖലയിൽ ഹോൺ അടിക്കുക, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഹോൺ അടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുന്ന ഫൈനാണ് നമ്മളുടെ ഈ ഒരു എമൗണ്ട് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇനി നിങ്ങളോട് പറയാനുള്ളത്, ഇത് നമ്മളുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൽ നിന്ന് ഡ്രൈവർ കം ഓഫീസ് അസിസ്റ്റന്റ് എന്നുള്ള കോഴ്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് നമ്മളുടെ കോഴ്സ് പർച്ചേസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതി റാങ്ക് കിട്ടികളുടെ സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് ആണ്. ഡ്രൈവർ കം ഓഫീസ് അസിസ്റ്റന്റ് എന്ന കോഴ്സിൽ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും തേർഡ് റാങ്കും സിക്സ്ത് റാങ്കും നമ്മളുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കറിലെ സ്റ്റുഡൻസിനായിരുന്നു. അതോടൊപ്പം തന്നെ എക്സൈസ് ഡ്രൈവർ കാസർഗോഡും NCC ഡ്രൈവർ കണ്ണൂരിലും ഫസ്റ്റ് റാങ്ക് നമ്മളുടെ CCക്കായിരുന്നു. അപ്പോൾ മറ്റു റാങ്കുകൾ കിട്ടിയ സ്റ്റുഡൻസിന്റെ ലിസ്റ്റും കൂടി ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾക്കും ഫസ്റ്റ് റാങ്ക് അല്ലെങ്കിൽ സെക്കൻഡ് റാങ്ക് നിങ്ങൾക്കും ഇതേപോലെ തന്നെ സ്വന്തമാക്കാം. നിങ്ങൾ ഇതുവരെ ഒരു കോഴ്സിലും ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. ഏറ്റവും സിലബസ് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അനാലിസിസ് ചെയ്തതിന് ശേഷം ശക്തമായിട്ട് നല്ല രീതിയിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്കും റാങ്ക് കരസ്ഥമാക്കാം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുക. ഇതേപോലുള്ള മറ്റു വീഡിയോകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.